എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ വ്യവസായ പാർക്കിലെ RRF നിർമ്മാണത്തിൽ അഴിമതിയില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു. ബ്ലോക്കിന് കീഴിൽ അരിമണിലുള്ള വ്യവസായ കേന്ദ്രത്തിൽ 76 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന മാലിന്യ ശേഖരണ കേന്ദ്രത്തിനെതിരെ പരാതി ഉയർന്നിരുന്നു. കാരണം RRF എന്ന് പറയുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ 2 എണ്ണം വീതം വേണമെന്നാണ്. പക്ഷേ ഒരെണ്ണെങ്കിലും നിർബന്ധമായിട്ടും നമ്മൾ RRF ഉണ്ടാവണം. അതുപോലെ തന്നെ 7 പഞ്ചായത്തുകളിൽ നിന്നും വരുന്ന മാലിന്യങ്ങൾ ഡംപ് ചെയ്ത് അവിടെ കൂട്ടിവെക്കാനല്ല, അത് പഞ്ചായത്തുകളിൽ നിന്നും കിട്ടുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് നല്ല വസ്തുക്കൾ RRFിൽ കൊണ്ടുവന്ന് വെയിലിംഗ് നടത്തി അത് അതിൻ്റെ വ്യാപ്തി കുറച്ചുകൊണ്ട് നമുക്ക് കളക്ട് ചെയ്ത് കയറ്റി അയക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് RRF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അന്ന് വന്ന വാർത്തയിൽ ഒന്ന് ശരിക്കും ചോദിച്ചറിഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. നിരുത്തരവാദപരമായ കാര്യങ്ങളാണ് അന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ പദ്ധതിപ്പണം ചെലവാക്കുക എന്നുള്ളതല്ല, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് അത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന് RRF നിർബന്ധമാണ്. പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള MCFകളിൽ അധികം വരുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് കയറ്റി അയക്കുന്ന യൂണിറ്റാണ് നിർമ്മിക്കുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. 5 കൊല്ലം മുൻപ് സ്ഥാപിതമായ വ്യവസായ കേന്ദ്രത്തിൽ സംരംഭകർക്ക് ഭൂമി വീതിച്ചു നൽകുന്നതിനുള്ള നടപടി ഉടൻ കൈമാറ്റം സംഭവിക്കുമെന്നും ജലലഭ്യത ഉറപ്പാക്കുമെന്നും BDO ശ്രീകുമാറും പറഞ്ഞു. വ്യവസായ കേന്ദ്രത്തിന്റെ ഭൂമി കൈമാറ്റം സംബന്ധിച്ച് സർക്കാർ നടപടി പൂർത്തിയാക്കാത്തതാണ് വ്യവസായങ്ങൾ തുടങ്ങാൻ താമസം നേരിടുന്നതെന്നും BDO പറഞ്ഞു. CFC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള RRFിന്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തുടങ്ങി അതിന്റെ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം പകുതിയോടുകൂടെ പൂർത്തീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും കുറഞ്ഞത് 2 RRFകൾ നിർമ്മിക്കണം എന്നുള്ള നിർദ്ദേശം ആണ് സർക്കാരിൽ നിന്ന് ഉള്ളത്. കാരണം അത് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമായതുകൊണ്ടും CFC ഫണ്ടിന്റെ, അതായത് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, അതാണ് CFC ഫണ്ട്. ആ CFC ഫണ്ടിന്റെ 50% തുക ശുചിത്വ പ്രവർത്തനങ്ങൾക്കും ശുചിത്വ പദ്ധതികൾ ഉണ്ടാക്കാനും മാത്രമേ ചെലവഴിക്കാൻ പാടൂ എന്നുള്ള നിർദ്ദേശമുള്ളത് കൊണ്ടും കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനിവാര്യ ചുമതല എന്നുള്ള നിലയ്ക്കാണ് RRFിന്റെ പ്രവർത്തനം നമ്മൾ നിർമ്മാണം, അതിന്റെ പ്രവർത്തനവും നിർമ്മാണവും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്കും പോയതും അതിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം ഗ്രാമപഞ്ചായത്തുകളുടെ MCFകളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും വരുന്ന സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് അടക്കമുള്ള ഉപയോഗയോഗ്യമാക്കാൻ കഴിയാവുന്ന രീതിയിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ ബെയിൽ ചെയ്തിട്ട് സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് RRFകൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത്. അതിന്റെ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി എന്നുള്ള വാക്ക് തന്നെ അതിന്റെ ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു ആശങ്ക ഉണ്ട് എന്നാണ് ഞാൻ തോന്നുന്നത്. ഇപ്പൊ പത്ര റിപ്പോർട്ടുകളൊക്കെ വന്ന സ്ഥിതിക്ക് അങ്ങനെയൊക്കെ അങ്ങനെ തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടോന്ന് പൊതുവെ സാമാന്യമായിട്ടുണ്ടാവും ഇന്നത്തെ കാലത്ത്. അങ്ങനെ. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.